എക്സ്പ്ലോർ ടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു യാത്രയാണ്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് യാത്ര തിരിച്ച് മുട്ടം കാഞ്ഞാർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വാഗമൺ എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞ് കട്ടപ്പന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചുരുളി ടണൽ, പിന്നെ അതേപോലെ അതിൻ്റെ ഹിൽ ടോപ്പ്, അയ്യപ്പൻ കോവിൽ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശേഷം കാത്തിരുന്ന് പലഹാരക്കട സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ വെങ്ങാലൂർ സിഗ്നൽ ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ടാണ്. ഇവിടെ നമുക്ക് 10 രൂപ മുതൽ 150 രൂപ വരെയുള്ള ലഡു കിട്ടും. ഇതാണ് തൊടുപുഴ മുട്ടമാണ്, മുട്ടം ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് കാഞ്ഞാറിനുള്ള വഴി. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മുമ്പ് കണ്ട പോലെ പരിചയം തോന്നാം. ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ലൊക്കേഷനുകളാണ് ഇതെല്ലാം. വാഗമണ്ണ് തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ വാഗമണ്ണ് തിരിഞ്ഞു പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മുടെ സൈൻ ബോർഡ് നോക്കിയാൽ കാണാം. തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ കുടയത്തൂരൊക്കെ കഴിഞ്ഞൊരു ചെറിയൊരു ചപ്പാത്ത് പോലെ കാണും റോഡിൽ. അത് കഴിഞ്ഞിട്ടൊരു 100 മീറ്റർ വരുമ്പോഴത്തേനും നമുക്കൊരു സൈൻ ബോർഡും കൂടെ കാണാം. നമുക്ക് വാഗമൺ ഏലപ്പാറ എന്നൊക്കെ പറഞ്ഞ് കാണാം. നേരെ പോയ മൂലമറ്റമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമതൊരു ചപ്പാത്തും കൂടെ വരും. ആ ചപ്പാത്തും കൂടെ കഴിയുമ്പോഴാണ് ഒരു റൈറ്റ് കാണാം. ജസ്റ്റ് ഒരു 50 മീറ്ററോളം പോകുന്നതിന് റൈറ്റ് കാണാം. ആ റൈറ്റ് തിരിഞ്ഞു വന്നാലാണ് നമുക്ക് നമ്മളിപ്പോൾ പോകുന്ന വഴി ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് നമുക്ക് കാഞ്ഞാറിൽ നിന്ന് നമുക്ക് വാഗമണിലേക്കുള്ള റൂട്ട്. അപ്പോൾ അല്പം കയറ്റമൊക്കെ ഉണ്ട്, റോഡിന് വീതി കുറവാണ്, ഒരുപാട് സ്പീഡൊന്നും എടുക്കരുത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഒരു സൈൻ ബോർഡ് കാണാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് കയറി പോയി കഴിഞ്ഞാൽ ഇലവഴിപ്പൂഞ്ചിറ, ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇലവഴിപ്പൂഞ്ചിറ എത്തും. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ റൈറ്റ് സൈഡും മുകളിലേക്ക് കയറി പോകണം. നമുക്ക് പോകേണ്ടത് നേരെയാണ്, വാഗമൺ നേരെ പോകണം. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും, ഒരുപാട് വലിയതെന്നല്ല, നല്ല ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ അരുവികളും, അങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു യാത്രയായിരിക്കും. നമ്മുടെ കാഞ്ഞാറിന് കയറി വരുമ്പോൾ ഉള്ള ഒരു അടിപൊളി സംഭവമാണ് ഈ റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ താഴെ ചോദിക്കാം റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. കാരണം ഇവിടെ ഒരു 2-3 മഴ അടുപ്പിച്ച് പെയ്യുന്നതിൻ്റെ റോഡ് മൊത്തം മോശമായി പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നല്ല ഇതായിരിക്കണം. കാരണം ഈ റൂട്ട് കയറിയാൽ പിന്നെ നമുക്ക് പിന്നെ അടുത്ത സർവീസ് ഉണ്ടെന്ന് നമുക്ക് വാഗമൺ അല്ലെങ്കിൽ തിരിച്ച് താഴെ ഇറങ്ങി വരണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററിന് മുകളിലായിട്ട് വിജനമായ റോഡുകളും മൊട്ടക്കുന്നുകളും പുൽമേടുകളും മാത്രമാണ്. ഇവിടെ വന്നാൽ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും കുറച്ച് നേരം ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് നിന്നിട്ട് പോകാനും തോന്നും. അതുപോലത്തെ ഒരു പ്രകൃതി അത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഒരുപാട് ലോങ് വ്യൂവിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമുക്ക് സൺസെറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാവുന്നതാണ്. പിന്നെ അതുകൂടാതെ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെ. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എൻ്റെ പുറകെ കാണുന്ന സ്ഥലം ഇല്ലിക്കൽ കല്ലാണ്. ഒരു മല കാണാമോ? അപ്പോൾ ഇതാണ് പുള്ളിക്കാനം ജംഗ്ഷൻ. പുള്ളിക്കാനത്ത് നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ വാഗമണ്ണാവും. ഈ ഇടത്തുനിന്ന് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലപറ്റം നിന്ന് കയറി വരുന്ന വഴിയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. ചില സമയത്ത്
മൊത്തം ഓപ്പൺ ആയിരിക്കും, ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കില്ല. അവർ ഗ്രീൻ ട്രൈബൂണലിൻ്റെ പ്ലാസ്റ്റിക് ബാഗൊക്കെ ഉണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. പുള്ളിക്കാനം മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് നിറയെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് താമസിക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്, നല്ല പ്രോപ്പർട്ടികളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടുള്ള സിനിമയാണ്, ഒരു വീടാണിത്. ഞാനിപ്പോൾ ഉള്ളത് അയ്യപ്പൻ കോവിൽ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേരികുളം, അതായത് കട്ടപ്പന റൂട്ടിൽ, അതായത് ഈ വാഗമണ്ണിൽ നിന്ന് കട്ടപ്പന റൂട്ടിൽ മേരികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ മാറി വരുമ്പോൾ ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്തും. ഇതാണ് ലൊക്കേഷൻ. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ രാവിലെ ഒരു 7 മണി ആവുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണോ, ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ വാഗമണ്ണൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് രാവിലെയൊക്കെ ഒരു 1 hour റൈഡിന് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. വാഗമണ്ണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour എന്തായാലും എടുക്കൂട്ടോ അവിടെ എത്തണമെങ്കിൽ. ഒന്ന് ഫുള്ള് മുളക്കാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കോവിൽ ശാസ്ത്ര ക്ഷേത്രമുണ്ട് ഇവിടെ. അയ്യപ്പൻ കോവിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഐതിഹ്യങ്ങളിൽ പറയുമ്പോൾ 1500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പരശുരാമനാൽ സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. 2010 ഇത് പുനർനിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ തൂക്കുപാലം വന്നതിന് ശേഷം ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ ആദിവാസി സമൂഹങ്ങൾ രാജഭരണം തുടർന്നു പോകുന്ന ഒരു ഗോത്രവിഭാഗം ഇവിടെയുണ്ട്. കോവിൽമല രാജാവ് ഇവിടെയാണുള്ളത്. പിന്നെ ഹൈറേഞ്ചിലെ ആദ്യകാലങ്ങൾ കുടിയേറി വന്ന പട്ടണങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൽ നിന്ന് യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചുരുളി ഹിൽ സ്റ്റേഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. എവിടെയെങ്കിലും പാർക്ക് ചെയ്യായിരിക്കും നല്ലത്. കാരണം മുകളിലേക്ക് പോകും തോറും പാർക്ക് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടാണ്. ടോപ്പ് സ്റ്റേഷന്റെ വ്യൂ പോയിന്റ് ആണ്. പക്ഷെ നമുക്ക് നല്ല കോട കാരണം താഴത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കോടയൊന്ന് മാറണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. താഴെ നോക്കിയാൽ കാണാം, ചെറുതായിട്ട് വെള്ളത്തിന്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. താഴെ റിസർവെയറിന്റെ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കി തന്നെ കാണാം, ഫുള്ള് കോട മൂടി നിൽക്കണ കാരണം ഫുള്ളായിട്ട് ക്ലിയർ അല്ല. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ, ക്ലിയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അഞ്ചുരുളി ഹിൽ ടോപ്പിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് അതാണ്. നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാലോ? ആ കാണുന്ന നമ്മുടെ ഇടുക്കി റിസർവെയറിന്റെ ഏരിയ ആണ്. കാണുന്ന ഫുള്ള് ഏരിയ നമുക്ക് ഇവിടെ നോക്കി കാണാം. സൂം ചെയ്താൽ കിട്ടത്തില്ല, അത്രയും ചെറിയ വഞ്ചികളൊക്കെ പോകുന്നുണ്ട് റിസർവെയറിന്റെ ഫിഷിങ്ങിനായിട്ട്. ആൾക്കാർ രാവിലെ തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ
ഉണ്ടായിരുന്ന ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോടയായിരുന്ന കാരണം സൂം ചെയ്ത് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും നല്ല സൂര്യൻ ഉദിച്ച് വന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മുകളിൽ പോയി നോക്കാം വാ. പിന്നെ ഇവിടെ വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക, നിറയെ കുപ്പിച്ചില്ലാണ്, ബിയർ ബോട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ട് ഫുള്ള് പൊട്ടിച്ചിട്ടേക്കാണ്. നമ്മൾ വരുന്നവർ തന്നെ ശ്രദ്ധിക്കുക അതൊക്കെ. അല്ലാതെ നമുക്കിപ്പോൾ എന്താ, നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ സംരക്ഷിക്കുന്നതായിട്ടുള്ളതാണ്. കണ്ട വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ഇവിടം വരെ എത്തി, അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നന്നായിട്ട് കത്തിച്ചു തുടങ്ങി കേട്ടോ. പക്ഷെ എന്നാലും സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ മാടി വിളിക്കുകയാണ് മുകളിലേക്ക് പോകാനായിട്ട്. തീരുന്ന് ചോദിച്ചിട്ട് തീരുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താമോ, അത്രയും കൂടി ഉള്ളൂ എന്നാ തോന്നണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കൈ കരുതുക, പിന്നെ ആ കൊണ്ടുവന്ന കുപ്പി തിരിച്ചും കൊണ്ടുപോവുക. താഴേന്ന് കയറി വരുന്ന ഏരിയ ആണത്, റോഡ് അവിടെയാണ്, ആ സൈഡിൽ നിന്ന് നമ്മൾ കയറി വരുന്നത്. കാണിച്ചു തരാം ഫുള്ളായിട്ട്. നല്ല രസമുണ്ട്, അവിടെ അടുത്ത് പോയി കാണുമ്പോൾ നല്ല രസമുണ്ട്. താഴെ വഞ്ചിയിൽ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ക്ലൗഡിൻ്റെ ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ്, സെയിം ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അഞ്ചുരുളി ടണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1974 ഇതിൻ്റെ പണി ആരംഭിച്ച് 1980 6 വർഷം എടുത്തു ഇതിന് പണി തീർക്കാനായിട്ട്. ഈ ടണലിൻ്റെ നീളത്തെക്കുറിച്ച് പറയാം, 5 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്, ഏകദേശം 24 അടി ഡയമീറ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
അതായത് അഞ്ചുരുളി മുതൽ ഇരട്ടയാറ് വരെയാണ് ഒരു ഒറ്റ പാറയിൽ നിർമ്മിച്ചേക്കണയാണ് ഈ ടണൽ. അഞ്ചുരുളിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി എന്ന് പറയുന്നത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിലൂടെയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിന് ഒരേ സമയം പണി തുടങ്ങി. അങ്ങനെയാണ് ഇത് കൂട്ടി യോജിപ്പിച്ചത് ഈ ടണൽ. ഏകദേശം ഇതിൻ്റെ നിർമ്മാണ സമയത്ത് 22ഓളം പേര് ഇതിൻ്റെ അപകടം സംഭവിച്ച് മരിച്ചിട്ടുണ്ട്. ജലാശയത്തിൽ 5 ചെറിയ മലകൾ ഉരുളി കമഴ്ത്തി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദിവാസികളിലിട്ട പേരാണ് അഞ്ചുരുളി എന്ന്. ഇടുക്കി ഡാമിൽ വെള്ളം നിറയുന്നതനുസരിച്ച് തന്നെ ഈ ടണലിലും വെള്ളം കയറുന്നതാണ്. അഞ്ചുരുളിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. വെള്ളം കുറവുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം അടുത്തേക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ശേഷം അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.